ഗാസ മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന തടവറയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച മാസങ്ങൾ പിന്നിടുമ്പോഴും ഇവിടെ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തം അതിന്റെ ഏറ്റവും ഭയാനകമായ രൂപമാണ് പ്രാപിച്ചിരിക്കുന്നത്. പട്ടിണിയും പോഷകാഹാരക്കുറവും ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കുട്ടികൾ ഉൾപ്പെടെ 6 പേർ കൂടി മരണപ്പെട്ടതോടെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പട്ടിണി മരണങ്ങളുടെ എണ്ണം 175 ഉയർന്നു. ഇതിൽ 93 പേരും പിഞ്ചു കുട്ടികളാണ് എന്നതും ഹൃദയഭേദകമായൊരു യാഥാർത്ഥ്യമാണ്. പട്ടിണി മരണങ്ങളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗാസയിലെ സാഹചര്യം എത്രത്തോളം ഭയാനകമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മതിയായ ഭക്ഷണമോ പോഷകങ്ങളോ ലഭിക്കാത്തത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ സാരമായി ബാധിക്കുന്നുമുണ്ട്. പ്രതിരോധശേഷി കുറയുന്നതിനാൽ അവർക്ക് രോഗങ്ങളെ ചെറുക്കാൻ കഴിയുന്നില്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, ശുദ്ധജലത്തിന്റെ അഭാവം, ആരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ച എന്നിവയെല്ലാം ചേർന്ന് കുട്ടികളുടെ അതിജീവന സാധ്യതകളെ ഇല്ലാതാക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരുന്ന ഒരു തലമുറയുടെ ഭാവി എന്തായിരിക്കും എന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. UN ഏജൻസികൾ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയിട്ടും ലോകം കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനവും ശക്തമാണ്. ഗാസയിലെ മാനുഷിക ദുരന്തത്തിന് ആക്കം കൂട്ടുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇന്ധനക്ഷാമം. ആശുപത്രികൾ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ധനം കൂടിയേ തീരൂ. ജനറേറ്ററുകൾ പ്രവർത്തിക്കാനും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയാ യൂണിറ്റുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ എന്നിവ പ്രവർത്തിപ്പിക്കാനും ഇന്ധനം അനിവാര്യമാണ്. മാസങ്ങളോളം നീണ്ട കടുത്ത നിയന്ത്രണങ്ങൾക്ക് ശേഷം 107 ടൺ ഡീസൽ വഹിക്കുന്ന 2 ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇത് ഒരു നേരിയ പ്രത്യാശ നൽകുന്നുണ്ട്. എന്നാൽ ഈ ട്രക്കുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയോ എന്നും അത് എത്രത്തോളം മതിയാകുമെന്നും വ്യക്തമല്ല. ഇന്ധനമില്ലാത്തതിനാൽ പല ആശുപത്രികളും ഏറ്റവും അടിയന്തര കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാനും അല്ലാത്തവരെ മടക്കി അയക്കാനും നിർബന്ധിതരാകുകയാണ്. ഇത് നൂറുകണക്കിന് രോഗികളുടെ ജീവന് ഭീഷണിയാകുന്നു. അസുഖങ്ങൾക്കും പരിക്കുകൾക്കും ചികിത്സ ലഭിക്കാതെ ആളുകൾ മരിച്ചു വീഴുന്ന അവസ്ഥയാണ് ഗാസയിൽ നിലനിൽക്കുന്നത്. വൈദ്യുതി ഇല്ലായ്മ കാരണം ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്നതോടെ അത് വലിയൊരു ദുരന്തത്തിലേക്കും നയിക്കും. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്താനാണ് ഈ നിയന്ത്രണങ്ങൾ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ഈ നടപടികൾ ഗാസയിലെ സാധാരണക്കാരുടെ ജീവനാണ് അപകടത്തിലാക്കിയത്. സഹായ പ്രവാഹം ലഘൂകരിക്കാൻ ഇസ്രായേൽ അടുത്തിടെ താൽക്കാലിക വെടിനിർത്തലുകളും പ്രത്യേക സഹായ ഇടനാഴികളും ഉൾപ്പെടെ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ നടപടികൾ പര്യാപ്തമല്ലെന്ന് UN ഏജൻസികൾ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. വ്യോമാക്രമണങ്ങൾ തുടരുന്നത് സഹായ വിതരണത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും കരമാർഗങ്ങളിലൂടെ മാത്രമേ ആവശ്യത്തിനുള്ള സഹായം എത്തിക്കാൻ കഴിയൂ എന്നും സഹായ ഗ്രൂപ്പുകൾ വാദിക്കുന്നു. സഹായം ഗാസയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും ഏറ്റവും ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല എന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ്. കൊള്ളയും സായുധ സംഘങ്ങളുടെ ഇടപെടലും സാധനങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്താത്തതിന് പ്രധാന കാരണമായി UN ഏജൻസികളും മാനുഷിക ഗ്രൂപ്പുകളും ചൂണ്ടിക്കാട്ടുന്നു. ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന പലസ്തീനികൾക്ക് പലപ്പോഴും ജീവൻ പണയപ്പെടുത്തിയാണ് സഹായം സ്വീകരിക്കേണ്ടി വരുന്നത്. മെയ് അവസാനത്തോടെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നതിനിടെ ഏകദേശം 1400 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ വെടിവെപ്പിന് വിധേയമായ പ്രദേശങ്ങളിലാണ്. സഹായം എത്തിക്കുന്നതിനുള്ള സുരക്ഷാ പ്രശ്നങ്ങളും അതിന്റെ വിതരണത്തിലെ അപാകതകളും ഈ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്നു. ഗാസയിലെ ഈ ഭീകരമായ മാനുഷിക പ്രതിസന്ധിക്ക് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം വേണ്ടത്ര ഇടപെടുന്നില്ല എന്ന വിമർശനം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മറ്റ് മാനുഷിക സംഘടനകളും നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും കാര്യമായ നയതന്ത്ര ഇടപെടലുകളോ സഹായങ്ങളോ എത്തിക്കാൻ പല രാജ്യങ്ങളും പരാജയപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ ഗാസയോടുള്ള ഐക്യദാർഢ്യം വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഉദാഹരണമാണ് സിഡ്നിയിലെ ഹാർബർ പാലത്തിലൂടെ നടന്ന വൻ പ്രതിഷേധ മാർച്ച് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പേരിട്ട ഈ പ്രതിഷേധത്തിൽ കനത്ത മഴയെ അവഗണിച്ച് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഗാസയിലെ വിശപ്പിന്റെ പ്രതീകമായി കലങ്ങളും പാത്രങ്ങളും വഹിച്ചപ്പോൾ മറ്റുള്ളവർ പലസ്തീൻ പതാകകൾ വീശി ഐക്യദാർഢ്യത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കി. അധികൃതരുടെ കണക്കനുസരിച്ച് 90,000 പേരും സംഘാടകരുടെ അവകാശവാദം അനുസരിച്ച് 3 ലക്ഷം പേരും പങ്കെടുത്ത ഈ മാർച്ചും ഗാസയിലെ ജനങ്ങളുടെ ദുരിതം എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തെ വിളിച്ചോദിക്കുന്നു. മെൽബണിലും മറ്റ് ഓസ്ട്രേലിയൻ നഗരങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ നടന്നു. ഗാസയിൽ നിലനിൽക്കുന്ന സാഹചര്യം അതിരൂക്ഷമാണ്. സംഘർഷം തുടരുകയാണെങ്കിൽ പട്ടിണി മരണങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കാം.
ഒരു ജനത മുഴുവൻ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന ആശങ്ക പലരും പങ്കുവെക്കുന്നുമുണ്ട്. അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കുക, എല്ലാ മാർഗങ്ങളിലൂടെയും സഹായം എത്തിക്കുക, ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദുരന്തത്തിന് അറുതി വരുത്താനുള്ള ഏക മാർഗമെന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനും മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കാനും എല്ലാ കക്ഷികളും തയ്യാറാവുകയും വേണം. ഗാസയിലെ ജനങ്ങളുടെ നിലവിളിക്ക് ലോകം ചെവി കൊടുക്കേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള ഈ പോരാട്ടത്തിൽ ലോകത്തിന്റെ സഹായഹസ്തങ്ങളും അനിവാര്യമാണ്.